ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ടിൻഡൂസ് ലൈഫിലൂടെ എങ്ങനെയാണ് എണ്ണയില്ലാതെ ഒരു ചീരത്തോരൻ ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. ഇതിനായിട്ട് നമുക്ക് നല്ല വൃത്തിയായിട്ട് അരിഞ്ഞ ചീര ആവശ്യമാണ്. ഇനി അതിലേക്ക് വേണ്ട നെക്സ്റ്റ് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നല്ല ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള സവോളയാണ്. അതേപോലെ തന്നെ നല്ല വട്ടത്തിൽ അരിഞ്ഞിട്ടുള്ള ഗ്രീൻ ചില്ലി, പച്ചമുളക്. ഇനി നമുക്ക് ഒരു 5-6 പിടി തേങ്ങയും കൂടെ ഇതിലേക്ക് ആവശ്യമായിട്ടുണ്ട്. ഇനി പൊടികളായിട്ട് ഇതിലേക്ക് വേണ്ടത് നമ്മുടെ മഞ്ഞൾപ്പൊടി മാത്രമാണ്. അപ്പോൾ മഞ്ഞൾപ്പൊടിയാണ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്, അതും ഒരു കുറച്ച് മതി. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. നമുക്കപ്പോൾ തുടങ്ങിയാലോ. ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ളതായ ആ ചീരയാണ് ഇപ്പോൾ എടുത്തു വെച്ചിരിക്കുന്നത്. അതേപോലെ ഇതിലേക്ക് നമ്മൾ കുറച്ച് മുന്നേ നല്ല വൃത്തിയായിട്ട് കൊത്തിയരിഞ്ഞു വെച്ചിരിക്കുന്ന ആ സവോളയും ആ കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നമുക്കിത് കുറേശ്ശെയായിട്ട് ഇത് നമ്മളുടെ ആ ചീരയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതേപോലെ തന്നെ നമ്മളിപ്പം എണ്ണയില്ലാതെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞു, അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഈ സവോളയൊക്കെ ആഡ് ചെയ്ത് കഴിയുമ്പം നല്ലതുപോലെ ഒന്ന് ഞെരടി എടുക്കണം നമുക്ക്, എന്നാൽ മാത്രമേ നമുക്ക് അതിലുള്ള ആ ഒരു വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് കൂടെ കിട്ടത്തുള്ളൂ. ഇനി നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നതായ ആ തേങ്ങയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ആക്ച്വലി ഒരു 5-6 പിടി തേങ്ങയാണ് ഇതിലേക്ക് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്കൊരു അരമുറി തേങ്ങയൊക്കെ യൂസ് ചെയ്യാം. നമുക്ക് ആ തേങ്ങയും സവോളയൊക്കെ ആഡ് ചെയ്യുന്നതിനനുസരിച്ച് ഇതിൻ്റെ ടേസ്റ്റ് കൂടുന്നതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടി ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പം ഞാനിവിടെ കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്. ഒരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടിയാണ് ഞാനിവിടെ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഒരുപാടൊന്നും ആവശ്യമില്ല. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനനുസരിച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് നമുക്ക് ആ ഉപ്പ് എത്ര വേണം എന്നുള്ളത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ കൈകൊണ്ട് മിക്സ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനുള്ളത്. എല്ലായിടവും നല്ലതുപോലെ യോജിക്കണം, നല്ലപോലെ ബ്ലെൻഡ് ചെയ്ത് കിട്ടണം. എന്നാൽ മാത്രമേ നമുക്ക് ആ എല്ലാ കണ്ടൻസും നല്ലതായിട്ട് ഇതിലേക്ക് പിടിച്ചു കിട്ടത്തുള്ളൂ. അപ്പോൾ നല്ലതുപോലെ മിക്സ് ചെയ്യുക. ഇപ്പം ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ ഉള്ള ഗുണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ സവോളയിലുള്ള ആ വെള്ളമൊക്കെ നമ്മുടെ ഈ ചീരയിലേക്ക് ഇറങ്ങും. കാരണം നമ്മളിത് എണ്ണയില്ലാതെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എണ്ണയില്ലാതെ ഉണ്ടാക്കുമ്പോഴത്തേക്കും എല്ലാവർക്കും ഒരു സംശയം വരും, നല്ലപോലെ ആകുമോ എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്തത്. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വയ്ക്കാം. ഇനി ഞാൻ വെച്ചിരിക്കുന്നതെന്നുണ്ടെങ്കിൽ സ്റ്റൗവിൽ ഏറ്റവും ചെറിയ ഫ്ലെയിം വരുന്നതിലാണ് വെച്ചിരിക്കുന്നത്. ഈ തോരൻ പോലെയുള്ള ഐറ്റംസ് ഉണ്ടാക്കുമ്പോൾ ചെറിയ ഫ്ലെയിമിൽ ഉണ്ടാക്കുന്നതാണ് എപ്പോഴും നല്ലത്, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് നമ്മളിവിടെ ഓയിൽ യൂസ് ചെയ്യുന്നില്ല. ഇനി ഞാൻ എണ്ണ ഒഴിക്കുന്നില്ലെങ്കിലും കുറച്ച് കടുക് ഞാൻ ഇടുന്നുണ്ട്. അപ്പോൾ ആ കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും നമ്മൾ കുറച്ച് മുന്നേ എല്ലാം ബ്ലെൻഡ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ചീര ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് നല്ലപോലെ തട്ടി പൊത്തി വെക്കാം. അതിനായിട്ട് ഞാൻ ഒരു ലിഡ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ലിഡ് ഉപയോഗിച്ച് നമുക്കിതൊന്ന് നല്ലപോലെ ആദ്യം മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. നല്ലപോലെ ഒന്ന് ആ സെൻറ്ററിലേക്ക് ആക്കി മിക്സ് ചെയ്തെടുക്കുക, എല്ലായിടവും ഒന്ന് ആക്കിയെടുക്കുക. അപ്പോൾ നമ്മുടെ ആ കടുകും കൂടി ഇതിനോടുകൂടി ഒന്ന് യോജിക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളെല്ലാം ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുവാണ്. അപ്പോൾ നല്ലപോലെ ഒന്ന് നമ്മൾ മിക്സ് ചെയ്ത് സെൻറ്ററിലേക്കെല്ലാം തട്ടി പൊത്തി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ലിഡ് ഉപയോഗിച്ച് അതൊന്ന് കവർ ചെയ്ത് വെക്കണം. അപ്പം അതൊന്ന് ജസ്റ്റ് കവർ ചെയ്ത് നമ്മൾ വെക്കുക. ഇനി ഇതിന് ശേഷം നമുക്ക് ആ ഫ്ലെയിം ഉണ്ടല്ലോ ഒന്ന് ലോ ആക്കി വെക്കാം. അതായത് മീഡിയം ടു ലോ ഫ്ലെയിമിലാണ് നമ്മൾ കുക്ക് ചെയ്യുന്നത്. ഇനി ഇടയ്ക്കൊന്ന് ഇത് തുറന്ന് നോക്കണം. അതേപോലെ തന്നെ ഈ ഇലക്കറികളൊക്കെ ആകുമ്പോൾ അതിനകത്ത് നമ്മൾ കറിവേപ്പില സാധാരണ ഇടാറില്ല, അതുകൊണ്ടാണ് കറിവേപ്പില ഇവിടെ യൂസ് ചെയ്യാത്തത്. ഇനി ഇതുപോലെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം. കാരണം ഇല ഐറ്റംസ് ഒക്കെ ആകുമ്പോഴത്തേക്കും പെട്ടെന്ന് അത് വെന്ത് കിട്ടും. അപ്പോൾ ഈ ഇല ഐറ്റംസ് നമ്മൾ ചെയ്യുമ്പോൾ വേറൊരു കാര്യം കൂടെ ശ്രദ്ധിക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് വെന്ത് പോകാതെ നോക്കണം. അപ്പോൾ നോക്കി ഇവിടെ നമ്മൾ വെള്ളവും ഓയിലും ഒന്നും ആഡ് ചെയ്തില്ല, എന്നാൽ പോലും കണ്ടോ നമ്മുടെ ചീരയിലേക്ക് വെള്ളം ഇറങ്ങിയിട്ടുണ്ട്.
അപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. കാരണം ഈ വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് നമുക്കൊന്ന് ഡ്രൈ ചെയ്തെടുക്കണം. കാരണം നമ്മുടെ തോരനിൽ അങ്ങനെ വെള്ളമൊന്നും ആയിട്ട് കിടക്കാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ ലിഡ് മാറ്റിയിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ അതൊക്കെ അങ്ങ് ഇവോപ്പറേറ്റ് ചെയ്ത് പൊക്കോളും. കണ്ടോ, നമ്മുടെ ചീര ഇപ്പം നല്ലപോലെ സൈസ് റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഇട്ടപ്പോൾ ആ പാത്രം നിറയെ ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ ഇത്രയും ഒരു സൈസിലേക്ക് ചുരുങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്നും കൂടെ ലിഡ് ക്ലോസ് ചെയ്ത് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ, കാരണം അടിയിൽ പിടിക്കാതെയും. ഇത് നോൺ സ്റ്റിക്ക് പാത്രത്തിലാണ് ഉണ്ടാക്കിയത്, അതുകൊണ്ട് അടി പിടിക്കുന്ന പ്രശ്നം അധികം വരുന്നില്ല. എന്നാൽ പോലും നമ്മളൊന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക. അതേപോലെ ഒന്ന് ഇടയ്ക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കുക, നമ്മുടെ ഉപ്പും കാര്യങ്ങളൊക്കെ പാകത്തിനാണോ എന്നുള്ളതൊക്കെ നോക്കുക. ഇനി ഇൻ കേസ് ഉപ്പ് ഇച്ചിരി കുറവാണെങ്കിൽ ലേശം വെള്ളത്തിൽ ഉപ്പ് മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് തളിച്ചു കൊടുത്താൽ മതി. കാരണം നമ്മൾ വെറുതെ ഈ സമയത്ത് ഉപ്പിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആവില്ല. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഏകദേശം നമ്മുടെ ആ ചീരത്തോരൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് എല്ലാം സ്പ്രെഡ് ചെയ്ത് വെക്കാം. ബാക്കി എന്തെങ്കിലും വെള്ളം ഉണ്ടെങ്കിലും ഇത് ഈ സമയത്ത് പോയിക്കോളും. ഇനി നമുക്ക് ഇത് ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാവുന്നതാണ്. സോ നമ്മുടെ വളരെ എളുപ്പത്തിലുള്ള ചീരത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇത് ഭയങ്കര ഹെൽത്തിയുമാണ്, കാരണം ഞാനിതിനകത്തേക്ക് ഓയിലോ കാര്യങ്ങളോ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. അപ്പം വളരെ ഹെൽത്തിയാണ്. അപ്പോൾ കൊളസ്ട്രോളും കാര്യങ്ങളും ഉള്ളവരൊന്നും പേടിക്കൊന്നും വേണ്ട, ഭയങ്കര ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഓയിൽ ആഡ് ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.